നമസ്കാരം. പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ. അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാലയ്ക്ക് പങ്കാളിയായി വന്നത് എലിസബത്ത് ഉദയനായിരുന്നു. വിവാഹം പക്ഷേ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഒരു വർഷം മുമ്പ് എലിസബത്തുമായുള്ള ബന്ധവും ബാല അവസാനിപ്പിച്ചു. ശേഷമാണ് ബാലയുടെ മാമന്റെ മകളായ കോകില നടന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ബാലയ്ക്കെതിരെ നിരവധി വിവാദങ്ങളാണ് എത്തുന്നത്. അമൃത സുരേഷ് ബാലയ്ക്കെതിരെ നൽകിയ കേസും വിവാദങ്ങളും ചർച്ചയാവുകയാണ്. എന്നാൽ അതിനിടയ്ക്ക് ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തുകയായിരുന്നു. ഓരോ ദിവസം കഴിയുന്നോറും നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പൊങ്ങി വരുന്നത്. മുൻ ഭാര്യമാരായ അമൃത സുരേഷും എലിസബത്ത് ഉദയനും സമാനമായ രീതിയിലാണ് നടനെതിരെ പ്രതികരിച്ചത്. വിവാഹം കഴിഞ്ഞത് മുതൽ താൻ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ കൂടിയായ എലിസബത്ത് രംഗത്ത് വന്നത്. പൊതുവെ ബാലയുടെ ഭാര്യമാരിൽ വളരെ നിഷ്കളങ്കയായി അറിയപ്പെട്ടിരുന്ന എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകൾ മലയാളികളെ ഞെട്ടിച്ചെന്ന് പറയാം. വീണ്ടും പുതിയ പ്രതികരണങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ്. ഇതിന്റെ ബാലയും മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചില സത്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെയാണ് ബാല പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ബാല പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും തല ഉയർത്തി തന്നെ നിൽക്കും. കാരണം സത്യം ഞങ്ങൾക്കൊപ്പം തന്നെയാണ്. നവംബർ മാസം മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പ്ലാൻ ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് പറയാൻ കാരണം ഇതൊരാൾ അല്ല ചെയ്യുന്നത്, 4-5 പേർ ചേർന്നാണ്. അതിന്റെ തലവൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവർ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് കളിക്കുന്നത്. അതിൽ ആദ്യം ചെയ്തത് നിയമപരമായി എന്റെ വായടപ്പിച്ചതാണ്. എന്നിട്ട് അവർക്ക് എന്തു പറയാമെന്നായി. ഇത്രയും പറഞ്ഞ ശേഷം മുൻ ഭാര്യയായ എലിസബത്ത് യൂട്യൂബർ ചെകുത്താനുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ബാല ചേർത്തിരിക്കുന്നത്. ശേഷം കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിൽ സ്വന്തം സ്വത്തിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് 250 കോടി സ്വത്തുണ്ടെന്ന കണക്ക് വന്നു. തമിഴ്നാട്ടിൽ നേരത്തെ തന്നെ ഈ കണക്ക് പുറത്തു വന്നിരുന്നു. എന്റെ ചേട്ടൻ ശിവ സംവിധാനം ചെയ്ത കങ്കുവ എന്ന പടം വരികയാണ്. അപ്പോൾ അവിടെ വാർത്തകൾ വന്നത് കങ്കുവ പടത്തിന്റെ സംവിധായകൻ ശിവയുടെ സ്വത്തിനേക്കാളും അനിയൻ ബാലയ്ക്കാണെന്നും എനിക്ക് 250 കോടിയോളം സ്വത്തുണ്ടെന്നും ഇനിയും എത്രത്തോളം ഉണ്ടാവുമെന്നാണ് അതിൽ പറഞ്ഞത്. ആ വാർത്ത പുറത്തു വന്നത് മുതൽ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അത് സത്യമാണെന്നാണ് ബാല പറയുന്നത്. തന്റെ സ്വത്തിന് വേണ്ടി ചില ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ബാല വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനും മറുപടിയുമായി വീണ്ടും എലിസബത്ത് വന്നിരിക്കുകയാണ്. സ്വത്ത് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ആദ്യമേ താൻ അദ്ദേഹവുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യുമായിരുന്നില്ലേ എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത്. ഇത് ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന വീഡിയോ ആണ്. ചില കാര്യങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായി. ചെകുത്താൻ എന്ന പേരുള്ള അജുവും സുഹൃത്തും കാണാൻ വന്നിരുന്നു. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഒരാൾ പോലും ഇറങ്ങി വരുന്നില്ല. എന്നെ കാണാൻ വന്നു, എന്നോട് സംസാരിച്ചു. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ചില ആളുകളുടെ വീഡിയോ കൂടെ കണ്ടതിനാലാണ്. ആളുടെ 250 കോടി ലക്ഷ്യമിട്ട് നടത്തുന്ന 5 പേരുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നൊക്കെ കണ്ടു. എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാതെ കൂടെ നിൽക്കില്ല, ഇത്രയും കാലം ഉണ്ടാതിരിക്കില്ല. അപ്പോഴേക്കും കേസൊക്കെ പഠിച്ച് എവിടെ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 250 കോടി എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് സംശയമുണ്ട്. 2 കൊല്ലം മുമ്പുള്ള അഭിമുഖത്തിൽ 100 കോടിയുടെ സ്വത്ത് എന്നായിരുന്നു. അണ്ണാത്തി ഇറങ്ങിയപ്പോൾ 240 കോടി ബജറ്റുള്ള സിനിമ എന്ന ട്രോളൊക്കെ വന്നപ്പോൾ സ്വന്തം സ്വത്ത് 250 കോടിയായി. പെട്ടെന്ന് 150 കോടി സ്വത്തിൽ കൂടി. അതൊന്നും എങ്ങനെയാണെന്ന് അറിയില്ലെന്നാണ് എലിസബത്ത് പറയുന്നത്.